ട്രേയിൽ ഇങ്ങനെ മുളപ്പിച്ചിട്ടുള്ള അത് കിട്ടിയിരുന്നു. ഈ ചാണപ്പൊടിയും വെണ്ണൂറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനം കേട്ടോ. വഴിയിലുള്ള ചപ്പും ചവറാണ് കേട്ടോ. അവിടുത്തെ ചപ്പ് ചവറ് മുഴുവൻ അവിടെ കൊണ്ടുവന്നിട്ടതാ. 5 കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ കയ്യിൽ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മണം 10 ദിവസം കുടിച്ചാൽ പോവില്ല. അപ്പോൾ ആദ്യത്തെ നമ്മുടെ വിളവെടുപ്പ് ഈ വെണ്ടയെന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഈ കൃഷിഭവൻ്റെ കീഴിലുള്ള വാർഡിലത്തെ ഏറ്റവും നല്ല അടുക്കള തോട്ടത്തിനുള്ള കർഷക അവാർഡ് ഞാൻ വാങ്ങിച്ചിരിക്കും. ആ മോതിരത്തുമ്പിലേക്ക് നോക്കിയിട്ട് എന്ത് വിചാരിച്ചാലും അത് നടക്കുന്നു. ഇഞ്ചി നടണ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏപ്രിൽ മാസം ആ സമയത്താണ് നടുക കേട്ടോ. മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ നടുക. ഇഞ്ചിയിൽ വിത്ത് നട്ട് മുകളിൽ ചപ്പ് ചവറൊക്കെ ഇട്ട് പൊതിയിട്ടിട്ട് പിന്നെ മഴ വരുമ്പോൾ മുള പൊട്ടും. അങ്ങനെയാണ്. മഴക്കാലത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിത്തുകൾ നടാണെങ്കിൽ ചീഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ മണ്ണുത്തിയിൽ നമുക്ക് മറ്റേ വിൽപ്പന കേന്ദ്രം ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റിയുടെ, അവിടെ ഇഞ്ചിയുടെ ഒരു ഇങ്ങനത്തെ കണ്ട ട്രേയിൽ ഇങ്ങനെ മുളപ്പിച്ചിട്ടുള്ള അത് കിട്ടിയിരുന്നു. അടിപൊളിയാണ് സാധനം. അനിലേട്ടൻ കുറേ നാൾ മുമ്പ് ഞാൻ ചോദിച്ചു. ഇത് എപ്പോഴും കിട്ടണമെന്നില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇത് 100 എണ്ണത്തിൻ്റെ ഒരു ട്രേ ആണ് കേട്ടോ. 100 തൈയാണ്. 100 തൈ. ഒരു തൈക്ക് 4 രൂപ. അപ്പോൾ ഇതാണ് വാങ്ങിച്ചാണ്ട് പോന്നു. ഇഞ്ചി നടേണ്ട സമയമല്ല, പക്ഷേ ഞാൻ നടാൻ പോവാണ് ഇവിടെ. നമുക്ക് അടുത്ത ഏപ്രിൽ വരെ കാത്തിരിക്കാൻ സമയമില്ലല്ലോ. ഗ്രോ ബാഗിൽ നടാന്ന് വെച്ചു. പിന്നെ അത് മാത്രമല്ല, അതിവിടെ ഞാൻ കപ്പ നട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ മുളച്ചില്ല. അപ്പോൾ ഇത് ഇത്തിരി ഈ സ്ഥലത്തിൽ ഈ സൈഡ് ഇത്തിരി ഉയരം കൂടിയ സ്ഥലമാണ്. പിന്നെ ഇത്തിരി തണലുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇഞ്ചി നടാൻ വെച്ചു. ഇവിടെ ഇഞ്ചി നടാം. പിന്നെ ഗ്രോ ബാഗിൽ 40 ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രോ ബാഗ് 13 രൂപയാണ് ഒരു ഗ്രോ ബാഗിൻ്റെ വില കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പേപ്പറിൽ ഒരു വയനാടുള്ള ഒരു ചെക്കൻ കൃഷി ചെയ്തിട്ട് സിമെൻറ്റ് ചാക്കിലാണ് കൃഷി. അധികം സ്ഥലമൊന്നുമില്ല ആൾക്ക്, കുറച്ച് സ്ഥലമുള്ളൂ. സിമെൻറ്റ് ചാക്കിൽ കൃഷി ചെയ്തിട്ട് ഒരു കടയിൽ നിന്ന് 1.5 കിലോനും 2 കിലോന് ഇടയ്ക്ക് ഇഞ്ചി കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു അത്രയും ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതാണ്. പിന്നെ ഈ ഇതിൽ ചെയ്യുമ്പോൾ ഇതൊരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല. ഇഞ്ചിക്ക് എപ്പോഴും രോഗം ആണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നടാം. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലാണ് ആദ്യം നടാൻ പോകുന്നത്. നടുന്നതിന് മുമ്പ് നമുക്ക് ഈ ചാണപ്പൊടിയും വെണ്ണൂറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനം കേട്ടോ. ഉണക്ക ചാണകപ്പൊടിയാണ്. അതും പിന്നെ ചപ്പ് ചവറും കൂട്ടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചിയുടെ തൈ വയ്ക്കാം. വഴിയിലുള്ള ചപ്പും ചവറാണ് കേട്ടോ. അവിടുത്തെ ചപ്പ് ചവറ് മുഴുവൻ അവിടെ കൊണ്ടുവന്നിട്ടതാണ്. കണ്ടമാനത് നല്ല ബെസ്റ്റ് വളമായി നോക്കിയത് കണ്ടാ. ഇത് ബെസ്റ്റ് വളമായി മാറി കണ്ട. ഉഗ്രൻ തേനി നമ്മുടെ സരിത മിറ്റടിച്ച് കൊടുക്കുന്നത്. മിറ്റടിച്ച് കൂട്ടുന്ന ചവറില്ലേ, സുജിതിയും സരിതയും മിറ്റടിച്ച് കൂട്ടുന്ന ചവറ് ചീഞ്ഞിട്ടുള്ളതാണ് കേട്ടത്. ഉഗ്രൻ വളം അത്. അപ്പോൾ ഇതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ടേ ആദ്യം നമുക്ക് ഒരു ചെറിയ മിക്സ് ഇതേ കൂട്ടിയിടാം. ഇനി നമുക്ക് ഇതിന് മണ്ണ് ഇവിടുത്തെ തന്നെ മണ്ണായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മണ്ണ് കളച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വളമായി കണ്ടാ. എന്നിട്ട് ഗ്രോ ബാഗിലാണ് നിറയ്ക്കാം. ഇനി നിങ്ങൾക്ക് വളം കിട്ടിയില്ല എന്നുള്ള പരാതി പറയരുത്. ഇവിടെ ഇപ്പോൾ ഇഞ്ചി മണ്ണിൽ ഉയരില്ലാത്ത സ്ഥലത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഇനി മഴ കിട്ടാണ്ടല്ലോ, ഇനിയത്തിൽ ആ വർഷം ഇതൊക്കെ കിട്ടാണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ചീച്ചിൽ വരും. അതില്ലാണ്ടിരിക്കാനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ കണ്ട. അപ്പോൾ മിക്സ് ആയിട്ടാണ്. ഇനി നമ്മൾ കവറെടുക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരെ കാണാൻ. ഇനി ഇതിലേക്ക് മണ്ണ് നിറയ്ക്കാം. ഗ്രോ ബാഗില്ലെങ്കിൽ സിമെൻറ്റ് ചാക്ക് മതിയിട്ടാ. അപ്പോൾ ഇതിങ്ങനെ തന്നെ വാങ്ങിക്കണമെന്നില്ല. ഈ ഇപ്പോൾ 13 ചില സിമെൻറ്റ് ചാക്കൊക്കെ വീട് പണിയിനോടങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കിട്ടും. ഇതിപ്പോൾ സിമെൻറ്റ് ചാക്ക് ആളുകൾ എവിടെയാണ് കൊണ്ടുവന്ന് കളയേണ്ടതെന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിറയ്ക്കാം നമുക്ക്. അത്ര വലിയ ഗ്രോ ബാഗല്ല അല്ലേ. ഇതിപ്പോൾ 100 ഇഞ്ചിൻ്റെ കേട്ടോ. 100 ഇഞ്ചി ഇപ്പോൾ ഞാനല്ലാതെ 40 ഗ്രോ ബാഗാണ് വാങ്ങിച്ചുകൊണ്ടത്. ഇതിൽ ഉയരം ഇത്രയ്ക്കുള്ളൂ അല്ലേ. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തേണ്ട് കുഴിച്ചിടാം. എന്നിട്ട് പിന്നെ മണ്ണ് നിറയ്ക്കാം. ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകണം കേട്ടോ. കുഴപ്പമുണ്ടല്ലേ തോന്നുന്നു. ഉൾക്കാർ കൂളായിട്ട് പോകുന്നില്ലോ. കണ്ട. ഒരെണ്ണം വെച്ചാൽ മതി. 2 എണ്ണം വീതം വയ്ക്കാം അല്ലേ. 2 പേര് വയ്ക്കാം. അങ്ങനെ നമ്മൾ ഇത് നടുന്നു. ഇതിൽ നട്ടു.
മണ്ണ് നിറയ്ക്കാം. അതേ ഇവിടെ കൂട്ടാൻ വയ്ക്കാനുള്ള കുറേ സാധനങ്ങൾ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞതാ ഉച്ചക്കലത്തെ കൂട്ടാൻ വേണ്ടിയിട്ട്. മഴ വരുന്നുണ്ട്, മഴക്കാരായി ആകെ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗ്രോ ബാഗ് വെച്ചു കേട്ടോ. ഇതിങ്ങനെ വരി വരിയായി വെക്കാനുണ്ട്. ഞാൻ അവിടെ വെച്ചോ പ്ലാൻ ഇട്ടോണ്ട് കേട്ടോ. അതെ ഇങ്ങനെ ഒരാളെ വെച്ചു. ഭംഗിയിൽ ചാണം, പച്ച ചാണം ഇട്ട് കൊടുക്കരുത്. പച്ചാണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമാവും. എല്ലാത്തിനും 2 വീതം വയ്ക്കാം. ഇതിന് പരിചയമായിട്ടുണ്ട് വയ്ക്കാം. വേണ്ട, ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ വളം അതൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. ഇത്രയ്ക്ക് 1 വീതം വയ്ക്കുന്നുണ്ട്. വേഗം വാ, വേഗം വാ, മഴ വരുമ്പോഴേക്ക് വയ്ക്കാം. ഇല്ല മഴയില്ല. നല്ല ഭംഗിയില്ലേ. ആ 3 നട്ടൂല്ലേ? ആ 100 അല്ല, ഒരെണ്ണത്തിൽ 2 വെച്ചിട്ടുണ്ട്. ആ നല്ല ശരിയുള്ളോ? അല്ല ചേട്ടൻ 40 വെച്ചിട്ടുള്ളൂ. അത് പിന്നെ ബാക്കിൽ അവിടെ നടാം. കൊള്ളി നട്ടെടുത്ത് കൊള്ളി പോയില്ലോ. ആ തടണ്ടാക്കിയിട്ടില്ലേ? തടണ്ടാക്കിയിട്ട് കൊള്ളി പോയി. പിന്നെ അവിടെ ഗ്രോ ബാഗിൽ വെക്കണേ. പക്ഷെ മണ്ണ് പോരല്ലോ ചേട്ടാ. മണ്ണ് വരും. ആ ഇനി ആവശ്യത്തിന് മണ്ണിടും. ഇതിപ്പോൾ ചാണപ്പൊടിയും വെണ്ണൂറും ചപ്പ് ചവറും ആ പൊടിഞ്ഞ ചവറില്ലേ വളം കിടണ്ട, അതും എന്താ അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഞാൻ മര്യാദയ്ക്ക് അവിടെ കൂട്ടാൻ വെച്ച് ചോറിനായിരുന്നില്ലേ? ഞാൻ പറഞ്ഞേ ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ല വർത്താനൊക്കെ പറഞ്ഞേ. അപ്പൊ എനിക്കിവിടെ ഊഞ്ഞാലാടി ചേട്ടൻ ചെയ്യണമെന്ന് നോക്കിയിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നു. നിന്നോടല്ലേ പറഞ്ഞത്, ആളുകൾ പറഞ്ഞ പണിയെടുക്ക് സരിതയെന്ന്. ആ ഞാൻ പണിയെടുക്കണ ആരും കാണില്ലല്ലോ അല്ലേ? അതന്നെ. ഞാനിപ്പോൾ എന്തിട്ടേലും ചെയ്യണത് ചേട്ടൻ മുറ്റടിച്ച് വേറെതൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ചേട്ടനെ ചീത്ത പറഞ്ഞ് ഓടിക്കും. ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യണ കാര്യം. ഇതൊക്കെ എന്തിട്ട് എത്ര ഷൂട്ട് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു. എനിക്ക് എന്താണ് ഭയങ്കര നാണക്കേട് പോലെ തോന്നുന്നു അതൊക്കെ എടുക്കുമ്പോൾ. നാണക്കേട് അല്ല, അത് പ്രചോദനാണ്. എന്നിട്ട് മിറ്റടിച്ചു വരണതാ. പ്രചോദനല്ലേ? ഇങ്ങനെ വെക്കാം. എല്ലാ സാധനങ്ങളും സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാതും അരിഞ്ഞും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ വയ്ക്കാൻ പോകണമെന്നില്ലെന്ന് അറിയോ? ചിക്കൻ അന്ന് വെച്ചതിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടെസ്ല മൈ ഹീറോ പറഞ്ഞു ഉരുളക്കിഴങ്ങിട്ടിട്ട് നാളികേരപ്പാൽ ഒഴിച്ച് അത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ വെക്കാറുണ്ട്, പക്ഷേ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ വെക്കാൻ പോകണം കേട്ടോ. കുറച്ച് ചിക്കനുള്ളൂ. ഇത് ഉരുളക്കിഴങ്ങ് ഇത്ര എടുത്തിട്ടുണ്ട്. അത് മതി. ജഗ്ഗു പരീക്ഷയ്ക്ക് പോയിട്ടാ. 5 വെളിച്ചെണ്ണ കഴിഞ്ഞു. നമ്മുടെ വെളിച്ചെണ്ണ കഴിഞ്ഞു ആട്ടിയത് ചേട്ടാ. വെളിച്ചെണ്ണ ആട്ടിയത് കഴിഞ്ഞു. ഒരു സ്റ്റെപ്പ് ഇതിൽ നിറയ്ക്കാനും കൂടി ഉണ്ടാവും തോന്നുന്നു. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആട്ടാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് വിശ്വസിച്ച് നാളേരം ഇതാക്കാൻ പറ്റില്ല. ഇതിലൊന്നും വലിയ പ്രത്യേകതയൊന്നും ഇല്ല കേട്ടാ. ഇതിടുന്നു, 4 വർഷത്തിന് ഇടുന്നു. സവോള കുറച്ചുള്ള ചിക്കൻ, ഇത്രയ്ക്കൊന്നും വേണ്ട. ഞാനില്ലേ കുറച്ച് ചിക്കൻ വയ്ക്കുമ്പോഴില്ലേ കുറേ ഇടും ഇഞ്ചി വെളുത്തുള്ളി. ചാറ് നല്ല രസമാണ്. ചട്ടിക്കല മറ്റേ ചിക്കൻ തോരൻ വെച്ചില്ലേ നാഗർകോവില്? അപ്പം അതിൽ ചട്ടിക്കലല്ലേ അതിലത്തെ ഈ കോഴി അല്ല കൂട്ടാൻ മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഉരുളങ്ങിട്ട് വയ്ക്കാനാണ് ഈ പറഞ്ഞതല്ലേ? എനിക്ക് മനസ്സിലായില്ലേ എന്തൊരു ചേട്ടൻ ഉദ്ദേശിച്ചേ? ഒന്നുകൂടി പറഞ്ഞേ. അന്ന് നാഗർകോവിൽ ചിക്കൻ വെച്ചു. അത് നമ്മൾ കുറച്ചിട്ട് അന്ന് മാറ്റി വെച്ച ചിക്കനാണിത്. ആ മാറ്റി എടുത്ത് വെച്ചേക്കണ ചിക്കനില് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് പാലൊഴിച്ച് ചട്ടിയിലിട്ട് ചട്ടിയിലത്തെ ചാറില് അതില് തുടച്ച് ചോറിനില്ലേ നമ്മള് അതുപോലെ വെക്കാന്ന് വിചാരിച്ചാ ചേട്ടൻ മാത്രം ഇങ്ങനെ ഓരോന്ന് വിചാരിക്കുള്ളൂ. ചേട്ടാ ഈ ബർണർ ക്ലീൻ ചെയ്യാണ്ട് ശരിയാവില്ല ചേട്ടാ. അത് ക്ലീൻ ചെയ്യാൻ കൊടുക്കാം. അവനെ വിളിച്ചാൽ മതി. രംഗീതിനല്ലേ? എല്ലാ സ്ഥലത്തുനിന്നും കുഴിച്ച് മണ്ണെടുക്കണില്ല. ഇത്തിരി അവിടെ നിന്ന് മണ്ണെടുത്തു. ഇനിയിപ്പോൾ അവിടെ കൊണ്ടിട്ട് കൂട്ടുന്നത് പല പല സ്ഥലങ്ങളിലേ. അപ്പം മണ്ണെടുക്കുമ്പോൾ ഭൂമിക്ക് കുഴി വരില്ലല്ലോ. ശരിയാ. അപ്പോൾ ഇവിടെ പക്ഷേ ഈ മുകളിലത്തെ മണ്ണിൽ മുഴുവൻ ചാരലാണ് കേട്ടോ. ആ ചാരലൊന്ന് മാറ്റിയോളൂ. ചാരൽ മാറ്റി. ഇത് ഇത്തിരി കൂടി നല്ല മണ്ണാണ്. നമ്മുടെ ഇതൊക്കെ നോക്കിയാൽ കുക്കുമ്പറൊക്കെ വരുന്ന വരവ് വേണ്ട പടർന്ന് പന്തലിച്ചു തുടങ്ങി. പക്ഷേ
ഈ പശുവിൻ്റെ മൂത്രമല്ലേ അത് കിട്ടുകയാണെങ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചാതി വരെ വരും. പശുവിൻ്റെ മൂത്രം എടുക്കാൻ പോയി ഞാൻ. ഇത് പടവല കേട്ടാ. പശുവിൻ്റെ മൂത്രം ചേട്ടൻ എടുക്കാൻ പോയി. ചാണകം എടുക്കാൻ പോണ വീട്ടിലേക്ക് ഇനി പശുവിൻ്റെ മൂത്രം എടുക്കാൻ പോയത്. ഒരു വലിയ ജഗ്ഗും സാധനങ്ങളൊക്കെ കൊണ്ട് വലിയ കൊട്ടി ഘോഷിച്ച് പോയി ഇവിടുന്ന്. പോയിട്ട് പിന്നീട് പോയതിനേക്കാൾ സ്പീഡിൽ വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് എടുത്താ? എടുത്തില്ല. അപ്പം എന്താ ചോദിച്ചു പറയണേ, എൻ്റെ സരിതേ ആ മൂത്രം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നാ നിൻ്റെ കൂടെ പിന്നെ നീ എന്നെ കെടുത്തില്ലയെന്ന്. ഞാൻ ചിരിച്ചിരിച്ചെത്തത് കേട്ടിട്ട്. അത്രയും സ്മെല്ലാന്ന്. അതന്നെ, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്മെല്ല് മാത്രമല്ല, അത് ഇങ്ങനെ ഒരു ഗുളുഗുളു തന്നെയാണ്. ഞാൻ വിചാരിച്ചു മൂത്രത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കുഴി ചെറുത്. അതിന് സെപ്പറേറ്റ് കുഴിയില്ലേ? കുഴിയുണ്ട്. അത് വലിയ വണ്ടൻ സാധനം കേട്ട് ആക്കെ തൊഴുത്ത് കഴുകണ വെള്ളവും എല്ലാം കൂടിയിട്ടുള്ളത് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ കയ്യിൽ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മണം 10 ദിവസം കുളിച്ചാൽ പോവില്ല. അങ്ങനത്തെ എന്താ പറയുക, മറ്റേ ഈ കൈമിലത്തെ ആ സാധനം എന്താ പറയുക, ഈ കയ്യിലത്തെ മാക്ബത്തിൽ പറയില്ലേ, ഈ ഒരു സമുദ്രം തന്നെ വേണ്ടി വരുന്ന കൈമിലത്തെ രക്തക്കറ കളയണമെങ്കിൽ സമുദ്രത്തിലത്തെ വെള്ളം മുഴുവൻ വേണ്ടി വരുന്ന പറയില്ലേ, അതുപോലെയാണല്ലേ മൂത്രം എടുത്തു കഴിഞ്ഞാൽ. അത് പിന്നെ പാപം ചെയ്തിട്ടാണ് കേട്ടോ, അത് കൊന്നിട്ടാണ്. ഇതങ്ങനെയല്ല, ഇത് മൂത്രം എടുത്തിട്ടാണ്. എല്ലാം മികച്ച രീതിയിലായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒക്കെ പച്ച പിടിച്ചു, ഒക്കെ ശരിയായി തുടങ്ങി. ഇപ്പം എന്താണെന്നറിയോ, ഇപ്പോൾ ഇവിടെ ഒരു ചോപ്പ് ഇപ്പോൾ കാണുമ്പോൾ ഒന്നും തോന്നില്ല. കംപ്ലീറ്റ് ചോപ്പ് കളറാണല്ലോ കാണുന്നത്, ഈ മണ്ണിൻ്റെ കളറാണല്ലോ. പച്ചപ്പിനി വരണം. പച്ചപ്പ് ഇങ്ങനെയാണ് പൊന്തി 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 ഇങ്ങനെയായിട്ട് വരുന്നു. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ റേഞ്ച് മാറും. ചോളൊക്കെ ഉയരം വയ്ക്കുന്നുണ്ട്. വെണ്ടത് പൂവിടാറായി കണ്ടത്. ഈ വെണ്ടയൊക്കെ പൂവിടാറായി തുടങ്ങി. അപ്പോൾ ആദ്യത്തെ നമ്മുടെ വിളവെടുപ്പ് ഈ വെണ്ടയെന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സരിതാ, വെണ്ടയായിരിക്കും. ഇപ്പം എനിക്ക് ഇത്തിരി സമാധാനമായിട്ടാ കളക്കിലേ. തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അല്ല, സ്റ്റാർട്ടിങ്ങിൽ ഇത് കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ഇത് മുഴുവൻ ഞാൻ കളക്കി 2 ദിവസം കൊണ്ട് നിർത്തി ഞാൻ അവസാനിപ്പിച്ച് പോവെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതെനിക്കുണ്ടായിരുന്നു. കാരണം ചേട്ടൻ്റെ എല്ലാ പണികളും അങ്ങനെയാണ്. ആരംഭശൂരൻ എന്നാണ് ചേട്ടനുള്ള വെളിപ്പേര് തന്നെ. തുടക്കത്തെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞല്ലേ, പക്ഷെ 2 ദിവസം കൊണ്ട് ഇൻട്രസ്റ്റ് പോകും. ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ചേട്ടൻ ചെയ്ത ഒരേ ഒരു കാര്യം ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടല. അത് ഇൻട്രസ്റ്റ് പോകാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ചെയ്യണത് ഇവിടെ കളയ്ക്കുന്നു അല്ലേ. ഇത് ഞാൻ പിന്നോട്ട് പോവില്ല. ഇതെനിക്ക് കർഷക ഇവിടുത്തെ ഈ കൃഷിഭവന്റെ കീഴിലുള്ള വാർഡിലത്തെ ഏറ്റവും നല്ല അടുക്കള തോട്ടത്തിലുള്ള കർഷക അവാർഡ് ഞാൻ വാങ്ങിച്ചിരിക്കും. അങ്ങനെയൊന്നും പറയണ്ട. അത് ആത്മവിശ്വാസം. അല്ല കാശ് കൊടുത്ത് വാങ്ങിക്കണം. മറ്റേ പ്രാഞ്ചിയുടെ കണക്ക് ഇതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു, പണിയെടുത്തിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞ അല്ല, പണിയെടുക്കാണ്ട് വാങ്ങിക്കില്ലല്ല, പണിയെടുത്ത് വാങ്ങിക്കണം. പക്ഷെ പശു വേണ്ടേ? പശു ഞാൻ വാങ്ങിക്കും. വെച്ചൊരു പശുവിനെ നോക്കി വെച്ചിട്ടുണ്ട്. അറിവില്ലാതിരി ഒരു കുഞ്ഞിതിനെ വാങ്ങിക്കും. ഉറപ്പാണ്. പള്ളിയുണരുമ്പോ ആ പാട്ട് കേട്ടിട്ടുണ്ടാ? പഞ്ചമി ചന്ദ്രന്. നല്ല പാട്ട് പാടിയ വെങ്കല സിനിമയുടെ പാട്ട്. വരികൾ മറന്നുപോയി. ഞാനിത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ പാട്ട് ചലച്ചിത്ര ഗാനങ്ങളുടെ ഇതിൽ കേൾക്കുമ്പോഴേ കേൾക്കുമ്പോ പുസ്തകവും പേനെടുത്ത് പാട്ടിന്റെ ഒപ്പം എഴുതിയെടുത്തു. വരികൾ അങ്ങനെ എഴുതിയെടുത്തിട്ടാ പഠിച്ചേ. ആദ്യകാലങ്ങൾ അങ്ങനെ തന്നെയാണ്. 10 വെളുപ്പിന് മുറ്റത്തു നിക്കണ കസ്തൂരി മുല്ലയ്ക്ക്. ആ പാട്ട് വരികൾ ഓർമ്മയില്ല. ഇപ്പൊ കുറെ നാളായി ആ പാട്ട് കേട്ടിട്ട്. വെങ്കല സിനിമ കൈരളിയിലാണോ വരാറ്? കൈരളിയിലാ വരാറ് വെങ്കലം. നല്ല രസമുള്ള പടല്ലേ? നല്ല രസമുള്ള പടം എന്ന് പറഞ്ഞാൽ അതില് കുഴപ്പങ്ങളുണ്ട് കുറെ. അവരൊക്കെ ഒരു വർത്തമാനത്തിന്റെ ശൈലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതില് അന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പില്ലേ, മാതൃഭൂമി ആഴ്ച പതിപ്പില് നമ്മുടെ ഈ കോഴിക്കോടെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് സിനിമാ നിരൂപണം എഴുതും. ഇന്നത്തെ കോക്കും അശ്വന്ത് കോക്കും ഇവരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, സുധീഷൊക്കെ റിവ്യൂ പറയുന്ന പോലെ തന്നെ അതിലും ചെയ്യാൻ. അതിലുള്ളത് അതിലെ ഏറ്റവും അവസാനത്തെ പേജിലാണ് റിവ്യൂ ചെയ്യുക. അപ്പോൾ ഒരു സിനിമയെ കുറിച്ചുള്ള അത് അവരഭിപ്രായമാണ്, പക്ഷെ അത് ഒരുവിധം നല്ല കൃത്യമായിട്ട് അവർ പറയാറുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സംഭാഷണം, ഇവരൊക്കെ അടുത്തുള്ള ആളുകളാണ്. വെങ്കലത്തിലത്തെ കഥാപാത്രം ഫിലോമിന ഇവരെ ഫിലോമിന തൃശ്ശൂരെ പോലത്തെ വർത്താനമാണ്. ഈ മാളരെ വേറെ ടൈപ്പ് വർത്താനം.
പപ്പുവിന്റെ വേറെ ടൈപ്പ് വർത്തനം, അങ്ങനെ പല പല KPSC വേറെ ടൈപ്പ് അങ്ങനെ ഓരോരുത്തരേ വർത്താനത്തിനെ കുറിച്ചിട്ട് അന്ന് അപ്പം നമ്മൾ അതാണോ ആകെപ്പാടെ വന്നത്, അല്ലാണ്ട് ആ സ്റ്റോറിനെ കുറിച്ചിട്ടല്ലേ? സ്റ്റോറിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. സ്റ്റോറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് മൂശാരിമാരങ്ങടല്ലേ? അല്ല, സ്റ്റോറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന്. ശരിക്കും അവരുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടാ? ഈ ചേട്ടനും അനിയന്മാരും എല്ലാവർക്കും കൂടിയിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല ഉണ്ടായിരുന്നോണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതെന്റെ എല്ലാ പപ്പൂല കുതിരാട്ടത്തിന് അല്ലാന്ന്. അപ്പോൾ നമ്മളേ സിനിമേനെ അപ്പൊ നമ്മള് നിരീക്ഷിക്കും കാണുമ്പോഴേ. അല്ല, ഈ ഡയലോഗുകളെ പലരും പല ഡയലോഗ്. ഇപ്പൊ അതൊക്കെ കണ്ടില്ലേ, ഒരു സ്ഥലത്ത് എടുക്കുമ്പോ അവിടത്തെ ഭാഷയാക്കി സിനിമയില്. അത് മാത്രല്ല, അതേപോലെ തന്നെ നമുക്ക് പറക്കാൻ മുന്തിരി തോപ്പിടില്ലേ, അതില് അവരെഴുതിയ ഇവര് ഭയങ്കര നിരൂപകരാണ്. പക്ഷെ ഇവര് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നോക്കിയാൽ തിലകനെ പോലുള്ള ഒരു നടന് ഇങ്ങനത്തെ വേഷം കൊടുക്കാൻ പാടില്ലായിരുന്നു. തിലകനെ കൂറനായിട്ടാണ് അതാണ് കഥാപാത്രത്തിന്റെ മികവ്. അല്ലാതെ അങ്ങനെ പറയാൻ പാടില്ലെന്ന്. എന്നിട്ട് അതിനെ വിമർശിച്ചിട്ട് പണ്ട് മാതൃഭൂമി വന്നിട്ടുള്ളതാണ് കുറെ. നമുക്കിപ്പോ ഈ റിവ്യൂസ് കാണുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ അഭിപ്രായം അതിന്റെ ഇടയിൽ കമന്റ് ചെയ്യാം. പക്ഷെ അന്ന് അങ്ങനെയില്ല. പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റർ എഴുതാൻ പറ്റും. പത്രത്തിലല്ലേ വരുന്നത് മാതൃ, അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലോ. ഇതിപ്പോ നമുക്കത് വായിച്ചപ്പോ നമുക്ക് തോന്നിയ അഭിപ്രായം വേണമെങ്കിലേ ലെറ്റർ ആയിട്ട് അയക്കാലോ. കഴിഞ്ഞ ലെറ്റർ ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ അവരത് പൂത്തി വെച്ച് കഴിഞ്ഞാൽ അവര് പ്രസിദ്ധീകരിച്ചില്ല. പിന്നെ ഈ സിനിമാ നിരൂപണത്തിന് നമ്മൾ കത്തുകൾ എഴുതി കഴിഞ്ഞാലൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. അതിൽ മറ്റേ സാഹിത്യ മറ്റേ എഴുതിയാളുടെ അഭിപ്രായമായിരിക്കും വേണമെങ്കിലേ. അല്ലാന്ന് നമ്മളതൊക്കെ വായിച്ചോടന്നാണ്. അപ്പോൾ അങ്ങനെ കുറെ, അതായത് നായകന് എത്ര പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയാലും പ്രശ്നമില്ല, പക്ഷെ നായിക പതിവ്രത ആയിരിക്കണല്ലോ. ആ ഒരു കൺസെപ്റ്റ് അങ്ങോട്ട് മാറ്റി കളഞ്ഞ പടാത് അല്ലേ? കൊറേ സിനിമകള് ശ്രദ്ധിച്ചറിയാം, നായികനെ ഇങ്ങനെ വേറെ ആള് കല്യാണം കഴിച്ചാൽ പോലും ആ ഫസ്റ്റ് നൈറ്റിൽ തന്നെ അല്ല, കല്യാണം കഴിച്ചിട്ട് യാത്ര ചെയ്യുമ്പോ വണ്ടിയ പാടം നേരെ ആശുപത്രിയിലേക്കായിരുന്നു. അതെ, ഒന്നുകിൽ അയാള് കഴുത്തിന് താഴെയൊക്കെ തളർന്ന് കെടുപ്പായി ഉണ്ടാവും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് നൈറ്റിന് മുന്നേ അയാളെ കൊല്ലും. അങ്ങനെ നായിക പരിശുദ്ധിയാക്കി വെക്കും. നായകൻ കുറെ കൊല്ലം കഴിഞ്ഞ് വരുന്ന അങ്ങനത്തെ ഒരു പടം അറിയോ? ഏത് പടം? നമ്മുടെ ചന്ദ്രോത്സവത്തിലത് സർവകലാശാലയിലുണ്ട്. മോഹൻലാല് പ്രണയിക്കുന്ന പെണ്ണ്, അങ്ങനെ കുറെ സിനിമകളുണ്ട്. അങ്ങനെ അതതിനെ എല്ലാ സിനിമ എടുക്കുന്നത് ഒരാളല്ലല്ലോ. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് അത്. ഭാര്യ പെണ്ണുങ്ങള് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അങ്ങനെ അതാണ് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഇടയ്ക്ക് ഞാൻ ഇളക്കുണ്ട്. ഇതെല്ലാം നട്ട് കഴിയുമ്പോ അവിടെ കൂടിയാവും. ആയം പോലെ ചെയ്താൽ മതി. ഇനി കുറച്ചേരം ഊഞ്ഞാലാട്. അല്ല, ആയം പോലെ ഞാൻ ചെയ്യണല്ലോ. ഞാൻ കാലത്ത് എല്ലാ ദിവസവും ഇവിടെ കളിക്കാൻ വരുമ്പോൾ കാലത്ത് 6-6:30 ഞാൻ ഇവിടേക്ക് എത്തും. എന്നിട്ട് കളിച്ചിട്ട് ഞാൻ കുറച്ചേരം ഊഞ്ഞാലാടും. ലാസ്റ്റ് ടൈം എന്ത് രസമാണ് ഇവിടെ. അത് പറ്റേ കൂടാരത്തിലിരിക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഇവിടത്തേക്ക് ഒന്ന് ആകെ പച്ചപ്പായിട്ടൊക്കെ ഈ വിളവൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കുറേ ചെയ്യാനുള്ളത്. എന്ത് രസം അറിയും ഇങ്ങനെ ഊഞ്ഞാലിടാൻ. കാറ്റ് കൊണ്ടിട്ടേ ആകാശത്തിൽ നോക്കി. ആകാശം കാണാണ്ട, മാവിന്റെ ഇലയല്ലേ കാണുന്നുള്ളൂ. ഈ സ്ഥലമായി നമ്മുടെ കർമ്മമണ്ഡലം അല്ലേ ചേട്ടാ? തീ കത്തുണ്ട്, പക്ഷെ കാറ്റുള്ള കാരണം കൊണ്ടേ മഞ്ഞൾപ്പൊടി ഇട്ടു. കാറ്റുള്ളത് കൊണ്ടല്ല മഞ്ഞൾപ്പൊടി ഇട്ടത്, അല്ലെങ്കിൽ ഇടും. കാറ്റുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടാ പറയാം മഞ്ഞൾപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി. നീ ഇപ്പോൾ കുറേ വീഡിയോകൾ ഷൂട്ട് ചെയ്യണത് കണ്ട് കൂട്ടാനുകൾ വലുത് വയ്ക്കാൻ പഠിച്ചാ? മുളക് പൊടി, ഗരം മസാലപ്പൊടി. അയ്യോ, തക്കാളി ഇടായിരുന്നു അല്ലേ? തക്കാളി അതിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തക്കാളി ഞാൻ ഇനി എടുക്കാൻ, ഇനി അവിടെ വരെ പോകണ്ടേ? ഈ ഗ്രോ ബാഗിൽ വയ്ക്കുമ്പോൾ ഒരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിലേ പുല്ല് അങ്ങനെയാണ് വരില്ല സരിത. പിന്നെ നമുക്ക് പരിപാലിക്കാൻ ഇഞ്ചിക്ക് ഇപ്പം അങ്ങനെയാണ് നനയ്ക്കണം എന്നൊന്നുമില്ല അങ്ങനെ അധികം. അതന്നെ കുറേ ഗുണങ്ങളുണ്ട്. മഴ പെയ്താലും വെള്ളം അതിൽ നിൽക്കില്ലല്ലോ. വെള്ളം കെട്ടി നിൽക്കണതാണല്ലോ ഈ ഇഞ്ചിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം.
നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് താഴ്ന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ അത് വെള്ളം നിൽക്കും. വലിയേട്ടൻ്റെ പറമ്പിലൊക്കെ കണ്ടില്ലേ വെള്ളം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കണം കേട്ടോ. ഉപ്പിടണപ്പോൾ ഇടാം. 8 ഇത് തിളച്ചു. ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടേലേ. ഉരുളക്കിഴങ്ങ് കൂടി ഇപ്പം ഇട്ട് കൊടുത്താലോ? ചിക്കൻ ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളല്ലേ, പെട്ടെന്ന് വേവും. എന്തായാലും ചെയ്തോ, അത് കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. അയ്യോ മൂടി എടുക്കാൻ മറന്നു. മൂടൊന്നും വേണ്ട. മൂടി വേണം. ഞാൻ മൂടി എടുത്തിട്ട് വരാം. ആ പാമ്പ എവിടേക്ക് പോയാവോ അല്ലേ? ഏതാ അന്ന് രക്ഷിച്ചാര പാമ്പാ? അതെങ്ങടേലും പോയിന്റെ അത് നമ്മളെ ഓർക്കുവോ? നടക്കണ്ടാവുന്നേ നമ്മള് രക്ഷിച്ചത്. അതിനെ ഓർക്കാൻ വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട്. ചെറുതേതപ്പോ അച്ഛനൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു അച്ഛനമ്മയ്ക്ക് ഒരു മോനുണ്ടായിരുന്നു. അവനെ അങ്ങനെ എന്താ പറയുക മണ്ടത്തരങ്ങളാണ് ആളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും മണ്ടൻ, പൊട്ടൻ, കിഴങ്ങൻ അങ്ങനെയൊക്കെ വിളിക്കുക. അപ്പോൾ അതിലാൾക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം അയ്യോ എങ്ങടെ അച്ഛൻ എനിക്കൊരു 100 രൂപ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ വെറുതെ. എന്തുകൊണ്ട് ഞാൻ 100 രൂപ ചോദിച്ചേ? എന്തിനോ 100 രൂപ കൊടുത്തു. ഞാൻ 100 രൂപയും കൊണ്ട് ആ കടയിലേക്ക് പോയി തന്നുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് 100 രൂപയും കൊണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരാൾക്കൂട്ടം നോക്കുമ്പോൾ കുറേ പേരോട് ഒരു പാമ്പിനെ തല്ലി പോലും ഒരു മൂർഖൻ പാമ്പിനെ. അപ്പോൾ എന്താ കേട്ടിട്ടുണ്ടാ? അപ്പോൾ ഇവന് പാവം തോന്നി. അപ്പോൾ അവൻ അയ്യോ ചേട്ടന്മാരെ അതിനൊന്നും ചെയ്യല്ലേ എന്ന് പറയും. എന്നിട്ട് അതിനെ നിങ്ങൾ കൊല്ലാണ്ടിരുന്ന ഈ 100 രൂപ നിങ്ങൾ എടുത്തോളാൻ പറയും. എല്ലാവരും കൂടി എടുത്തോളാൻ പറയും. ഈ തല്ലി കൊല്ലാൻ നിൽക്കേണ്ട നാട്ടുകാർ വിചാരിക്കും ഈ ചെക്കന് എന്താ പ്രാന്താണോ എന്നിട്ട് അവർ കുറേ കൊല്ലം മുന്നാട് നടന്ന കഥയാട്ടോ. അപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുണ്ട്. അപ്പോൾ 100 രൂപ അവർ വാങ്ങി അവർ പോവും. ഈ പാമ്പ് ആകെ തലയ്ക്കടി കൊണ്ടുണ്ടായിരുന്ന പാമ്പിൻ്റെ മേലൊക്കെ ചതഞ്ഞ് പോലെ. അപ്പോൾ പാമ്പ് ഇങ്ങനെ പതുക്കെ അഴിഞ്ഞു പോവും. പക്ഷെ അപ്പോൾ ഇവനോട് പറയും നീ എന്നെ അവരിൽ നിന്ന് രക്ഷിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചെങ്കിൽ ചോദിച്ചോളാൻ പറയും. അപ്പോൾ ഇവൻ പറയും എനിക്കൊന്നും, ഇവനാകെ അത്ഭുതം കേട്ടോ പാമ്പ് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇവൻ പറയും എനിക്കൊന്നും വേണ്ട, നീ രക്ഷപ്പെട്ടോ വേഗം, ഇനി വല്ലവരെ കണ്ണിൽ കാണുമ്പോഴത്തേക്കും വേറെ രക്ഷപ്പെട്ടോളാൻ പറയും. അപ്പോൾ ഈ പാമ്പുവിനൊരു മോതിരം കൊടുക്കും. പറയും നീ മോതിരം ഇട്ടിട്ട് ആ മോതിരത്തുമ്പിലേക്ക് നോക്കിയിട്ട് എന്ത് വിചാരിച്ചാലും അത് നടക്കും എന്ന് പറയും. മോതിരം കൊടുക്കും. നീ മോതിരം കൊണ്ടുപോകാൻ വീട്ടിലേക്ക് വരും. വീട്ടിൽ വരുമ്പോൾ ഈ വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊന്നും വാങ്ങിക്കാണ്ട വന്നേക്കണം. അപ്പോൾ അച്ഛൻ ചീത്ത പറയും. അപ്പോൾ അച്ഛൻ ചോദിക്കും എവിടെ സാധനങ്ങൾ എവിടെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അച്ഛന് ദേഷ്യം വരും. അപ്പം പറക്കണ്ട മോതിരം കിട്ടിയത് കാണിച്ചു കൊടുക്കും. പാമ്പ് തന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു മണ്ടനെ. അപ്പം അച്ഛതൊന്നും വിശ്വസിച്ചിട്ടില്ലേ പാമ്പ് സംസാരിച്ചു മോതിരം തന്നു. അപ്പോൾ ഇങ്ങനൊരു മണ്ടനെയുള്ള ദൈവമേ നീ എനിക്ക് തന്നേന്ന് പറയും. നീ ആദ്യം ആ മോതിരത്തമ്മിലേക്ക് നോട്ട് നിനക്ക് ഒത്തിരി ബുദ്ധി ഉണ്ടാവട്ടെ എന്നൊന്ന് വിചാരിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ അതുപോലെ ഞാൻ നല്ലൊരു ബുദ്ധിമാനാവട്ടെ എന്ന് പറയും. ജാതി ബുദ്ധി അല്ല, ബുദ്ധി അളക്കല്ല, നമുക്കൊരു സംസാരത്തിലൊക്കെ ഒരു ഇത് വരുമല്ലോ, ഒരു നല്ല അറിവുള്ള ആളുടെ ഇത് വരുമല്ലോ, അങ്ങനെ. അതാണ് കഥ. അല്ല പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇവര് വലിയ മാളിക, വലിയ സ്വത്ത്, സമ്പാദ്യം, പിന്നെ ഇവന് അടുത്തായിട്ട് ഇവന് അപ്പോൾ അയ്യോ തുടക്കം പറഞ്ഞില്ലേ, കഥയുടെ തുടക്കം തൊട്ടായിരുന്നറിയോ, ഇവന് രാജകുമാരിനെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ് ഇവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയണത്. അപ്പോൾ പിന്നെ ചെറുപ്പത്തിലേ അതാണ് പറയാറുള്ളത്. അപ്പം അങ്ങനെ ബുദ്ധിയായി, പിന്നെ ഇഷ്ടംപോലെ സമ്പത്തായി, അങ്ങനെ പിന്നെ നമ്മുടെ അലാവുദ്ദീൻ്റെ കഥ പോലെ അത് പോണേ. പിന്നെ രാജകുമാരി ഇഷ്ടംപോലെ സമ്പത്തായി, അങ്ങനെ കല്യാണം ആലോചിക്കും, കല്യാണം കഴിക്കും, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഈ മോതിരം തട്ടി അങ്ങനെയൊക്കെയാണ് തോന്നുന്നുണ്ട്. ഞാൻ മറന്നുപോയി, സോറി, ഇത്രയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഈ കഥ അന്ന് ചെറുപ്പത്തിൽ കേട്ടപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹം ഇതുപോലൊരു മോതിരം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. കണ്ടമാനം ഈ ഇതിലൊക്കെ വരും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. വാ ഇല്ലാണ്ട് പിന്നെ നിനക്ക് മാത്രം നല്ല ആഗ്രഹം. സോറി, ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ്. ഏയ് അയ്യോ
എന്തായി കൂട്ടാൻ? കൂട്ടാനായിക്കൊണ്ടിരിക്കുന്നു. നാളികേരപ്പാലത്തെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. തീ ഇത്തിരി കുറയ്ക്കാം. തീ ഇതാക്കണ ഈ നോബുമ്പിലേക്ക് വരെ എന്തൊരു ചൂടല്ലേ. ശരിയാ. അതുപോലെ ആ ചേരപ്പാമ്പും നമുക്ക് വല്ല മോതിരെങ്ങാനും കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ. അത് പറയാനാണല്ലേ. അത് നമ്മളെ ഓർക്കുണ്ടാവുമെന്ന് ചോദിച്ചത് അതാ. അതിനെ നമ്മൾ രക്ഷിച്ചില്ലേ. എത്ര പാമ്പുകളാണ് മുന്നേ ഇവിടെ അങ്ങനെ വലയിൽ വിട്ട് ചത്തിട്ടുള്ളത്. അപ്പോഴൊന്നും ഈ സർപ്പാപ്പൊന്നും ഇല്ലല്ലോ. കുറേ പേര് അന്ന് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ. അത് ഈ സർപ്പാന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പം കിട്ടും. ഉപ്പ് കുറവാണ്. ഞാൻ സാറിതേ അവാർഡ് വാങ്ങിക്കുന്നു പറഞ്ഞാൽ അവിടെ നിർത്തിയില്ലേ? എന്തിട്ടെന്നറിയോ? ഞാൻ പറഞ്ഞത് നമ്മുടെ കൃഷിഭവൻ്റെ കീഴിൽ ഉള്ള വാർഡുകളിലത്തെ ഇതാണ് കേട്ടോ. അല്ലാതെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ജില്ലയിലത്തെ അങ്ങനത്തെ ഇതുകൊണ്ടല്ല. അതെനിക്കറിയാം. അല്ലാതെ ഒരു കുഞ്ഞിത് നമുക്ക് ഭയങ്കര കൃഷിക്കാരനാണെന്നുള്ള പേരില്ലേ. ഈ 30 സെന്റിൽ മേലെ ഉള്ള സ്ഥലമുള്ളവരും കൃഷി ചെയ്യുന്നവർക്കൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. വിത്ത് ചെടികള് അങ്ങനത്തെ സാധനങ്ങള്. പിന്നെ നമുക്ക് നനയ്ക്കാനൊക്കെ കറണ്ടൊക്കെ കിട്ടും. ഈ വലിയേട്ടൻ എടുത്തേക്കണ പോലത്തെ. വലിയേട്ടനാണ് ഇവിടെ അങ്ങനെ എടുത്തിട്ടുള്ളത് കറണ്ട്. നമ്മുടെ കൂട്ടാൻ വെന്തു. ചോറിനുണ്ട് ചേട്ടപ്പോ. അതെ ഇഞ്ചി മുഴുവൻ നടല് കഴിഞ്ഞിട്ടാണോ ചോറിന്? 1 മണി ഇപ്പോൾ ഗ്രോ ബാഗിൽ ഒരെണ്ണം കൂടി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വരി കറക്റ്റായി. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി അവിടെ കൊള്ളി പോയി അടുത്തേ. കൊള്ളി പോയില്ല അവിടെ നട്ടത് എന്ത് മുളച്ചില്ലേ, കൂമ്പെടുത്തില്ലേ. അപ്പോൾ അവിടെ ഇഞ്ചി ഇടാഞ്ചിട്ടാ, മണ്ണിലിടാഞ്ചിട്ടാ കുറച്ച്. അപ്പോൾ അത് പെട്ടെന്ന് കഴിയും. അത് കഴിഞ്ഞിട്ട് ചോറണം. അതിപ്പോൾ കഴിയും. ഈ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നട്ടാ ഇഷ്ടം പോലെ സ്ഥലമായിക്കേ. അല്ല അവിടെ ഇഞ്ചി നട്ടാൽ മതിയായിരുന്നു. അല്ല ചേട്ടൻ എവിടെയാണെന്ന് നട്ടോ, ചേട്ടൻ്റെ ഇഷ്ടം. അല്ല എവിടെയെങ്കിലും നട്ടോ. അതിന് പിന്നിൽ നട്ടാൽ നമ്മുടെ ഇതെന്തായി അത് നമുക്ക് നോക്കിയിട്ട് വരാം. എന്നിട്ടാന്ന് മനസ്സിലായ ചുണ്ടങ്ങ പറഞ്ഞ പോലെ ചുണ്ടങ്ങ ഞാൻ നോക്കാൻ പോയിട്ടില്ല. ചുണ്ടങ്ങ പിറ്റേ ദിവസമൊക്കെ നോക്കിയപ്പോൾ ഒരെണ്ണം വാടിയുണ്ടായിരുന്നു, ഒരെണ്ണം നല്ല ഉഷാറിൽ നിൽക്കണ്ടായിരുന്നു കേട്ടാ. നോക്കിയാണോ അവിടെ പാമ്പുണ്ടാവൂട്ടാ? നോക്കണ്ട്. ഇല്ല, കോഴിക്കോടിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ കയറിയിരിക്കണ്ടെങ്കിൽ അല്ലേ. ഒരെണ്ണം വാടിയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കണല്ലേ. ഏത് ഇത്? അത് ശരിയാവും. തൊട്ടടുത്തടുത്ത നട്ടയാണ്. ഇത്തിരി അകലത്തിൽ നടണ്ടേ. ഇത്തിരി വലിപ്പാവൻ വരുന്ന ഒരു മരം പോലെ രണ്ട് തൈ നട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചുണ്ടങ്ങയാണ്. അയ്യോ അത് മിളകും തയ്യായിരുന്നു ഇപ്പനെ വലിച്ചത്. ചേട്ടപ്പനെ വലിച്ചു കളഞ്ഞില്ലേ? മിളകും തയ്യല്ല. ഇതേ ഇവിടെ ചുണ്ടങ്ങ 3 ചുണ്ടങ്ങ നട്ടിട്ടുണ്ട് ഇവിടെ. കണ്ടാ ഉണ്ടായിട്ടുണ്ട് ചുണ്ടങ്ങ. ഇവിടേക്കാണ് പാമ്പിനെ നമ്മൾ അഴിച്ചു വിട്ടത്. ഫ്ലാറ്റ് ഇതേ കാണുന്നു. കൂട്ടാൻ്റെ നമ്മുടെ നാളികേരപ്പാലത്തെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞിട്ട് കണ്ട ഇങ്ങനെ. ഇത് മതിന് തീ എടുത്താം. ഇതിൽ കുറച്ച് മസാലപ്പൊടി ഇടാം. ഞാൻ വിചാരിച്ചത് എരിവിടേണ്ടി വരുന്നതായിരുന്നു. പക്ഷേ കണ്ടിട്ട് എരിവിടണം തോന്നുള്ളേ. കഴിച്ചു നോക്കിയാൽ അറിയുള്ളൂ. ചേട്ടനാണെങ്കിൽ കയ്യിലൊക്കെ മണ്ണായ കാരണം അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ ഒന്നിനും വന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം അല്ലേ? അല്ലെങ്കിൽ ഇടയിൽ വന്നേനെ. ചാറിൽ ഉപ്പ് നോക്കാനൊക്കെ വന്നേനെ. ഉപ്പ് വലിയ കുറവുള്ളതായിട്ട് തോന്നുള്ളേ. കുരുമുളക് പൊടി എന്തെങ്കിലും എടുത്തിട്ട് വരാം അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതില് മസാലപ്പൊടി ഇത്തിരി ഇടാം. ഈ ചോറ് എടുത്തോണ്ട് ഇപ്പം എൻ്റെ ഗ്രോ ബാഗ് കഴിഞ്ഞു. കണ്ട ഗ്രോ ബാഗിൻ്റെ ലാസ്റ്റാണിത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ മണ്ണിലാണ് നടുന്നത്. അത് പിന്നെ ഇവിടെ നട്ട് കഴിഞ്ഞു. കുഞ്ഞു സ്പൂൺ കൊണ്ട് 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടു. അപ്പം ഇനി നമ്മൾ ഇവിടെയാണ് നടന്നത് കേട്ടോ. ഇവിടെ പിന്നെ ഞാൻ വെറുതെ കുഴിച്ചിട്ട് ഒറ്റ വെപ്പാണ് വെക്കുന്നത്. ഓരോ കള കളച്ചിട്ട് വെച്ച് പോകണം കേട്ടോ. പിന്നെ ചാണപ്പൊടിയും ഇതൊക്കെ പിന്നീടാന്ന് വെച്ചു. ചവറിടാം 2 വരി ഇടാൻ വെച്ചിട്ടാ. 2 വരി. ഇഞ്ചി നമ്മൾ കണ്ടമാനം ഉപയോഗിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇഞ്ചിക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. ഇനി ഇരിക്കാണ്ട് പെട്ട് തന്നെ ഇങ്ങോട്ട് വെച്ച് പോവുക. ഇവരെ ഞാൻ അങ്ങോട്ട് വെറുതെ കൊണ്ട് നീണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂമ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളക്കിട്ട് കൊടുക്കും. ശരിക്ക് പണിയെടുക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാണത്. പുറം നട്ടല് പുറത്താണ്. ഇനി ഒന്ന് ചെറുതായിട്ട് മണ്ണിട്ട് കൊടുക്കട്ടെ. അപ്പോൾ എന്താ അവിടെ വെള്ളം? അവിടെ കുഴി കയറണം.
ആ മഴ പെയ്തപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം അല്ലേ ചേട്ടൻ്റെ ഉള്ള ചോറ് മണ്ണിട്ടിട്ട് പിടിച്ചു നിൽക്കേണ്ടി വരും. ഒരു മിനിറ്റ് കാക്കകളെ നിറച്ച് അല്ല പിടിച്ചു നോളാം കുഴപ്പമില്ല. അപ്പം ഇതിന് ചാണപ്പൊടി ഒന്നും ഇടല്ലേ? അത് കൂമ്പെടുത്ത് കഴിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കാം. ഇവിടെ ആകെ 10 എണ്ണം നടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞിട്ട്. അല്ല ഇതിൽ നടാണ്ട് സ്ഥലമുണ്ട്. തെങ്ങും തൈ വെക്കുന്ന പോലെ വലിയ സുഖിലല്ലേ ഇതില് ഗ്രോ ബാഗിൽ നടല്. ഇഞ്ചിക്ക് വരുന്നതിന് നിശ്ചിത അളവുണ്ടല്ലോ അകലം. 2 എണ്ണം വെച്ചിട്ട് നട്ടേ അല്ല ഇതിൽ അതിൽ ഗ്രോ ബാഗിൽ 2 എണ്ണം വെച്ചിട്ട് നട്ടോണത്. അപ്പോൾ പക്ഷഭേദമൊന്നുമില്ല. 40 ഗ്രോ ബാഗ് വാങ്ങിയിട്ടുണ്ട്. അത് വേറെ എണ്ണത്തിൽ 2 എണ്ണം വെച്ച് 80 എണ്ണം, ബാക്കി 20 എണ്ണം ഇവിടെ നടുന്നു. അല്ലല്ല ഇഞ്ചിക്ക് മാത്രമല്ല ഗ്രോ ബാഗ് ഉപയോഗിക്കുക, വേറെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാമല്ലോ. ഇഞ്ചി ഇപ്പോൾ ഇവിടെ നടാൻ സ്ഥലമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നട്ടത്. അപ്പം ഈ സ്ഥലം അറിയണ്ടായിരുന്നില്ല അല്ലേ ഗ്രോ ബാഗ് വാങ്ങിക്കുമ്പോൾ? അല്ല ചേട്ടാ പറയണമെന്നല്ല പിന്നെ ചെയ്യാ. അല്ലടി ഇവിടെ അല്ല അത് കുഴപ്പമില്ല, പക്ഷെ സമ്മതിച്ചു തരില്ല എന്ന് മാത്രം. പിന്നീട് അല്ലടി ഞാൻ സമ്മതിച്ചു തരുന്നില്ലേ. എന്തിട്ട് സമ്മതിച്ചു? ഇവിടെ ഞാൻ 10 ഇഞ്ച് എന്നുള്ള വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷെ നോക്കിയപ്പോ എന്തുകൊണ്ടാ തീരുമാനം മാറ്റി? ഇഞ്ചിക്ക് നടാനായിട്ട് സ്ഥലമുണ്ട്, നിൽക്കാനായിട്ട് സ്ഥലമുണ്ട്. നമ്മൾ ഒരെണ്ണം നട്ട് കഴിഞ്ഞാൽ 20 അടി അകലെ എല്ലായിടത്തും നടേണ്ടത്. ഇഞ്ചിക്ക് 1.5 അടി അകലെ മതിയില്ലേ, 2 അടി. മനസ്സിലായ? ഞാനേ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ വാദപ്രതിവാദം നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. അതിനെ ഇഞ്ചി നട്ടത് കഴിഞ്ഞു, ഇനി കുറച്ചാണ് അവിടെയുള്ളത്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വയ്യാണ്ടായി. ഇതേണ്ട. അയ്യോ അല്ല ചേട്ടൻ്റെ മുളകൊക്കെ വാടിയില്ലോ. അയ്യോ അത് വല്ല നീര് ഊറ്റി പിടിച്ചിട്ടാവും മറ്റേ സാധനങ്ങൾ. അത് അവിടെ നിന്ന് പറിച്ചു കൊണ്ട് നട്ടതാണോ? ഏയ് അല്ലല്ല, അത് അവിടെ തന്നെ ഉണ്ടായിരുന്ന തന്നെയാണ്. അയ്യോ അത് നിറച്ച് മുളക് ഉണ്ടായതാട്ടാ, നിറച്ച് മുളക് ഉണ്ടായതുണ്ട്, അത് വാടി. ആ ചിലപ്പോൾ മഴ പറ്റാഞ്ഞിട്ടാവാം. കൂട്ടാലിക്ക് ഒഴിക്കും, കൈ കഴുകി മുഖം കഴുകി. കൈ സോപ്പിട്ട് എടുക്കണം, മറ്റേത് എടുത്തിട്ട് വരണ ചെളി ഉണ്ടാവില്ലേ കൈ? അടിപൊളി. ചേട്ടൻ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് മാന്തിയതല്ലേ, ചാണപ്പൊടിയും. ഒരു കർഷകനെ അങ്ങനത്തെ നോക്കേണ്ട ആവശ്യമില്ല. അയ്യോ അത് ശരിയാവില്ല, ഞാൻ മറ്റേ ഹാൻഡ് വാഷ് എടുത്തിട്ട് വരാം. പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ചേട്ടാ, ഇപ്പൊ കുറെ രോഗാണുക്കളോ ഇതൊക്കെ മണ്ണിലായോ. പണ്ടായിരുന്നു മണ്ണിൽ രോഗാണുക്കൾ കൂടുതൽ, എന്നിട്ട് ഇപ്പോഴല്ലേ രോഗങ്ങൾ കൂടിയേ. ഞാൻ നന്നായി പണ്ട് അത് ശരിയാട്ടാ, പണ്ട് മണ്ണിൽ ഈ പറഞ്ഞ പോലെ ഇത് കൂടും, കോളിഫോം ബാക്ടീരിയ കൂടുതലായിരുന്നു. അത് ഒന്നുമില്ല. ഈ ഇതിലേക്ക് ഇടണോ അതോ കൂട്ടാൻ്റെ ഇതിലേക്ക്? ഉരുളക്കിഴങ്ങുള്ളല്ലോ ചേട്ടാ. അത് മതി 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 മതി. ആഹാ പണി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തൊരു രസമാണെന്നറിയോ. ഞാൻ ഓടിപ്പോയിട്ടേ ഹാൻഡ് വാഷ് എടുത്തിട്ട് വരട്ടാ. നമ്മൾ ചോറിനാൻ പോകണം കേട്ടോ. ഇതൊരു ഉരുളക്കിഴങ്ങ് മാത്രമല്ലോ. അപ്പോൾ ചേട്ടനല്ലേ പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന്? അല്ല അതൊരു ചോദ്യമാണ്. ആയത്തുള്ള ഞാൻ തന്നെ അല്ല. കഴിച്ചോ എല്ലാ ഉരുളും ചേട്ടൻ തന്നെ കഴിച്ചു, ഞാൻ പിന്നെ ചോറുണ്ടോളാം. രസമുണ്ടാ? ചാറ് നല്ല രസമുണ്ടാവും, നാളികേരപ്പാല് തിളച്ച് കുറുകി വന്ന കാരണം. അതന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അടിപൊളി ഇട്ടിട്ടില്ലേ. എന്തൊരു ആശ്വാസ. എന്തിട്ട് ചോറ് നമ്മളെ അയ്യോ എല്ല് കടിച്ചാ എല്ലെങ്കിലും ചോറ് വർത്താൻ പറയാൻ പാടില്ലല്ലോ. ആ അയ്യോ എന്ന് പറഞ്ഞപ്പോൾ എന്താണോ ചോദിച്ചു. ചിക്കൻ്റെ ഒരു കഷ്ണം കഴിച്ചു നോക്കിയാ? അത് കഴിക്കാം. അതിലേക്ക് എടുത്ത് വെച്ചൂടെ കഷ്ണം? എന്തൊരു തോന്നണേ, എന്തൊരു ഉഷാറില്ലാത്ത ചേട്ടന്. അല്ല ഞാൻ ആലോചിക്കണേ, എന്ത് എനിക്ക് ഉഷാറില്ല എന്നാ. ഞാൻ ഈ പണിയെടുത്ത് താഴ്ന്ന കാരണമാണ്, ചെറിയ പീസുകളായ കാരണം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചേട്ടാ ഇഞ്ചി നടണ മുഴുവൻ കാണിക്കണ്ട വീഡിയോയിൽ?